നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു 1201 എടോ മാസം 15-ാം തീയതി, 2026 മെയ് മാസം 29-ാം തീയതി ശുക്രവാരം, വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:04, അസ്തം വൈകിട്ട് 6:38. നാളത്തെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. 10:30 മുതൽ 12 മണി വരെയുള്ള സമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത, വെള്ളിയാഴ്ച നാൽക്കാലികൾ, അപ്രകാരം തന്നെ ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണ്. സ്ത്രീകളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഗർഭിണികളും നാൽക്കാലികളെയും കൊണ്ടുപോകാൻ പറ്റാത്ത ദിനമാണ് വെള്ളിയാഴ്ച, ശുക്രവാരം. അപ്രകാരം ബുധനാഴ്ചയും അപ്രകാരം തന്നെയാണ്. കാലത്ത് 10:45 വരെ ചോതി നക്ഷത്രവും 10:45 മുതൽ വിശാഖം നക്ഷത്രവുമാകുന്നു. വിശാഖം അധികവും ഒരു നല്ല ശുഭനക്ഷത്രമായി എവിടെയും കൽപ്പിച്ച് കാണുന്നില്ല. ശുഭകാര്യങ്ങൾക്കൊന്നും വിശാഖം നക്ഷത്രത്തിന് എവിടെയും സ്പർശിച്ചിട്ടില്ല ആചാര്യന്മാർ. മറിച്ച് വിശാഖത്തിൻ്റെ അപ്പുറത്തുള്ള ചോതിയായാലും വിശാഖത്തിൻ്റെ ഇപ്പുറത്തുള്ള അനിഴമായാലും ശുഭകാര്യങ്ങൾക്ക് വളരെ ഉത്തമമായ നക്ഷത്രങ്ങളായി പരിഗണിക്കപ്പെടുന്നുണ്ട്. നാളെ കാലത്ത് 10 മണി വരെ വെളുത്ത പക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ ചതുർദശിയായി. ചതുർദശി തിഥി വിശാഖമൊന്നും ശുഭകാര്യത്തിന് ഗുണമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് 10 മണിക്കുള്ള സമയം വെളുത്ത പക്ഷത്തിലെ ത്രയോദശി, അപ്രകാരം തന്നെ ചോതി നക്ഷത്രം, വളരെ അനുകൂലമായ മുഹൂർത്തം നമുക്ക് ഗണിക്കാം. നാളെ കാലത്ത് 8:05 മുതൽ 9 മണി വരെയുള്ള സമയം നിങ്ങളെ ശുഭകാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തുക. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെയധികം നിർബന്ധമാണെങ്കിൽ ഉച്ചയ്ക്ക് 1:15 മുതൽ 2:30 വരെയുള്ള സമയവും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. നാളെ വിശാഖ നക്ഷത്രമാകയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കാം. വിഷു സഹസ്രനാമം ജപിക്കുന്നതും അതേ രീതിയിൽ അതിശക്തമായ നാരായണ കവചം ജപിക്കുന്നതും വളരെ ഗുണമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.